ഇതിൽ കൂടുതലും അങ്ങനത്തെ സിനാരിയോസ് ആണ്, മനസ്സിലായില്ലേ? പെട്ടെന്ന് വെട്ടിക്കേണ്ടി വരും. ഇതുപോലത്തെ കുറേ KL01 CN70. Hi guys, welcome back to another video. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സുസുക്കി ഷോറൂം നെക്സ ടെക്നോ വാലിയിലാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ചെയ്തത് ബേസിക്കലി വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ടും എല്ലാം ആയിരുന്നു. അപ്പം today we have the car and we are going for a test drive. അപ്പോൾ ഗൈസ്, ഓൾവേസ് സേഫ്റ്റി ഫസ്റ്റ്. എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ അതിപ്പം ചെറിയ ഡ്രൈവ് ആണെങ്കിലും മേക്ക് ഷുവർ ടു വെയർ സീറ്റ് ബെൽറ്റ്സ്. ഓക്കെ, there we go. അപ്പോൾ ഗൈസ്, വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഹാൻഡ് ബ്രേക്ക് ഈ ബ്രേക്ക് ഡിസെൻഗേജ്ഡായി. പിന്നെ വണ്ടി നമ്മൾ ഈ നോബ് പുഷ് ചെയ്ത് തിരിക്കുമ്പോൾ ഇതേ ഇവിടെ ലൈറ്റ് കത്തി റിവേഴ്സ് ആവും. ആൻഡ് ദെൻ യു ഹാവ് ദി 360 ക്യാമറ എല്ലാം ഉണ്ട്. ഫുള്ളായിട്ട് കാണാം, വണ്ടിയുടെ അകവും പുറവും എല്ലാം കാണാം. ബേർഡ് ഐ വ്യൂ എന്ന് പറഞ്ഞ ഈ സാധനത്തിന് ആണ് ഇവിടെ കണ്ടോ. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ഫീച്ചറാണ്. നമ്മൾ പതിയെ വണ്ടി ഇങ്ങനെ നോക്കി 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 അപ്പോൾ നമ്മുടെ പതുക്കെ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് ഇംപ്രഷൻസ് ഭയങ്കരമായിട്ട് ക്യാബിൻ നോയ്സൊക്കെ കുറച്ചിട്ടുണ്ട്. ചില അധികമൊന്നും അകത്ത് വരുന്നില്ല. ഞാനിപ്പോൾ പോകുന്നത് 30 km/h ക്യാബിൻ നോയ്സ് നല്ല കുറവുണ്ട്. ആകപ്പാടുള്ളത് നമ്മുടെ ഫാനിൻ്റെ ഒരു അത് മാത്രം. അത് കുറച്ചാൽ വലിയ വിഷയം ഉണ്ടാകത്തില്ല. ഫുള്ളാണ് ഫാൻ, അതൊന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് കുറച്ചപ്പോൾ പിന്നെ ഗൈസ്, ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞ പോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് മാത്രമല്ല, ഫീൽ തന്നെ നെക്സ്റ്റ് ലെവലാണ്. ഓണസ്റ്റ്ലി ഒരു ലക്ഷറി കാർ ഇരിക്കുന്ന എല്ലാവിധ സംവിധാനം അതിനകത്തുണ്ട്. ഐ മീൻ, ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. കാരണം ഭയങ്കര എന്താ പറയുക, നല്ല വ്യൂ ഉണ്ട് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്. ഞാനൊന്ന് മെയിൻ റോഡിൽ കയറ്റിയിട്ട് ബാക്കി നിങ്ങൾക്ക് പറയാൻ സംഭവം എന്നൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഹൈവേയിൽ കയറിയിട്ടുണ്ട് നമ്മുടെ NH-ലോട്ട്. പിന്നെ ഇതിൽ 3 മോഡുണ്ട് ഗൈസ്. ഒന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഡ്രൈവ് മോഡ്, പിന്നെ എക്കോ കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്, പിന്നെ പെർഫോമൻസ് സ്പോർട്ട്. ഇപ്പോൾ ഈ നോർമലി തന്നെ ഐ ആം പ്രെറ്റി ഹാപ്പി വിത്ത് ദി റെസ്പോൺസ്. എന്ന് വെച്ചാൽ നമ്മൾ കാർ എടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല അടിപൊളിയായിട്ട് കണ്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ എക്കോയിൽ ക്രൂസ് ചെയ്യാണ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഡെയിലി ആവശ്യങ്ങൾക്കായിട്ട് ബാറ്ററി ഇങ്ങനെ സേവ് ചെയ്യാനുള്ള ഒരു മോഡാണ് എക്കോ. ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട്. ഒരിക്കലും മോശം ഞാൻ പറയില്ല. അപ്പം ഒന്നുകൂടെ പറയുന്നത്, എക്കോ മോഡുണ്ട്, പിന്നെ നമ്മുടെ നോർമൽ ഡ്രൈവ് മോഡുണ്ട്, പിന്നെ സ്പോർട്ട് മോഡുണ്ട്. ഞാൻ ഡിഫറൻസ് കാണിച്ചത് ഇപ്പോൾ കുറച്ച് സ്ട്രെച്ച് കിട്ടിയിട്ടുണ്ട്. 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു ഗ്രാവിറ്റി. ലിറ്ററലി പുറകോട്ട് നീങ്ങുന്നുണ്ട് നമ്മൾ. എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു പുള്ള് കാരണം ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെച്ച് കാണിച്ചു തരാം. അപ്പോൾ വൺസ് അഗെയിൻ എടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ക്യാബിൻ നോയ്സ് വളരെ കുറവാണ്. പിന്നെ നല്ല കംഫർട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് എത്ര ലോങ് വേണമെങ്കിലും പോവാം. ലംബർ സപ്പോർട്ടൊക്കെ ഗൈസ് കിടിലൻ ലംബർ സപ്പോർട്ട്. നിങ്ങളിവിടെ നോക്കി അറിയാൻ പറ്റും. ഞാൻ ഭയങ്കര എന്നുവെച്ചാൽ എന്നെ സീറ്റ് ഇങ്ങനെ പിടിച്ച് ചെയ്യുക ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം എത്ര ലോങ് പോയാലും നമുക്ക് ഒരുപാട് ടയർഡ്നെസ്സും തോന്നത്തില്ല. പിന്നെ എന്താ പറയുക, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാണിച്ചു തന്നു, ടിൽറ്റും എല്ലാം ഉണ്ട്. പിന്നെ നല്ല വിസിബിലിറ്റിയാണ്. അഗെയിൻ ഒരു ലക്ഷറി കാറിൽ പോകുന്നൊരു വൈബ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫോർ ദ പ്രൈസ് ഓഫ് എ സാധാരണ EV ആസ് ഇൻ ആ റേഞ്ചിൽ. പിന്നെ ഗൈസ്, ലെയിൻ ചേഞ്ച് അസിസ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ കാണിച്ചിരുന്നു റിയർ വ്യൂ മിററിൽ വണ്ടി ഉണ്ടോ, പോകാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല സേഫ്റ്റി ഫീച്ചേഴ്സാണ്. അത് മാത്രമല്ല സ്റ്റിയറിംഗ് റെസ്പോൺസ് നല്ല റെസ്പോൺസ് ഉണ്ട്. അത്യാവശ്യം ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന വണ്ടി പോകുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. 2 സ്പോക്ക് വീലാണ് ഗൈസ്. നല്ല മനോഹരമായിട്ടുള്ള 2 സ്പോക്ക് വീൽസാണ്. ഇവിടെ മോണിറ്റർ കൺട്രോൾസ് കൊണ്ട് ഹോൺ കേൾപ്പിച്ചു തരാം, കുഴപ്പമില്ല. ഒരു EV സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഗൈസ്, ഇതിൽ വരുന്ന ADAS ലെവൽ 2 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് മോൺ കൺട്രോൾസിൽ സാധനം ഉണ്ട്, വിച്ച് മീൻസ് ആക്സലറേഷൻ, ബ്രേക്കിംഗ്, സ്റ്റിയറിംഗ് എല്ലാം വണ്ടി തന്നെ ചെയ്തോളും. അപ്പോൾ ഞാൻ ADAS ഉള്ള വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ എനിക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്തു.
അത്യാവശ്യം അങ്ങോട്ട് പോകാൻ ഇടുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ പോകുന്നത് 65 km/h. ഈ സാധനവും ഇതും കൂടെ പ്രസ് ചെയ്താൽ വണ്ടി ടേക്ക് ചെയ്തോളും. ഉണ്ടോ? കൈയില്ല, കൈയുണ്ട് എനിക്ക്, പക്ഷേ കൈ സ്റ്റിയറിംഗിലില്ല. അതെ, ആ ഒരു ക്രൂസിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക വണ്ടി. ബേസിക്കലി നമ്മുടെ മുന്നേ ഉള്ള വണ്ടീനെ സ്കാൻ ചെയ്ത് അതിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇതിൻ്റെയും കൂടും. ഇപ്പോൾ 59 59 ആയി, 57 ആയിരുന്നു, ഇപ്പോൾ 60. അപ്പം ഗൈസ് ലിറ്ററലി എൻ്റെ കൈയില്ല, എൻ്റെ കാല് കണ്ടോ നിങ്ങൾ? 2 കാലും 2 കൈയും വണ്ടിയിലില്ല. അപ്പം ഫ്രണ്ടിലൊരു ബൈക്കുകാർ എന്ത് ചെയ്തു, കയറിയപ്പോഴാണ് എന്ത് ചെയ്തത്, കൺഫ്യൂസ് ആയ. അപ്പം ഞാൻ ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് പറഞ്ഞു കുഴപ്പമില്ല പൊക്കോന്ന് പറഞ്ഞപ്പോൾ അതെ തിരിച്ച് പഴയ പോലെ ഉണ്ട്. നല്ല ആൻസറുള്ള വണ്ടിയാണ് ഗൈസ്. ലൈനൊക്കെ സ്വന്തമായിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്ത് മാറുന്നുണ്ട്. നമ്മുടെ ബാക്കിലൊരു EV6 ഉണ്ട്. അപ്പം അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. ഇതും EV ആണല്ലോ, EVs ആർ EVs അല്ലേ, അപ്പോൾ വിഷയമില്ല. അത്ര രീതിയിൽ പോകേണ്ട ആവശ്യമില്ല അവന്. നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ നല്ല നല്ല കൊടുക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി നിന്നു, ലൈനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഉണ്ടോ? അതൊരു പരിധി വരെ വണ്ടി കുഴപ്പമില്ലാണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഇൻപുട്ടിൻ്റെ ആവശ്യമില്ല, അത് തന്നെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ 60 km/h ചെയ്യുന്നത്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ മുന്നിലൊരു ബൈക്ക് വന്നപ്പോൾ തനിയെ സ്ലോ ചെയ്ത് 38 km ആയ വണ്ടി. അതായത് ആ ബൈക്കിൻ്റെ സ്പീഡ്, അതിൻ്റെ സ്പീഡ് എത്രയാണോ അതുപോലെ ഇവിടെ നോക്കി അറിയാൻ പറ്റും. മറ്റേ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ കണ്ടോ, ബ്ലിങ്ക് നിൽക്കുന്നുണ്ടോ, വിച്ച് മീൻസ് വണ്ടികൾ വരുന്നുണ്ട്, പോകരുത്. അപ്പോൾ ആകെ മൊത്തം തീപ്പൊരു ഫീച്ചേഴ്സാണ് വണ്ടിക്കകത്തുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓഫ് ചെയ്ത് നോർമൽ റോഡിലോട്ട് പോവാം. അപ്പോൾ ഗൈസേ ലൈൻ ചേഞ്ച് ഇൻഡിക്കേറ്റർ ഇട്ടു, ഒന്നുമില്ല, അവിടെ ക്ലിയർ ആയി. ഞാൻ എന്ത് പോകുന്നു ഗൈസ്. ഇപ്പോൾ എക്കോ ആണ്, നമ്മളിത് എക്കോ ചെയ്യുന്നത് ഡ്രൈവ് ആക്കി കണ്ടോ. പിന്നെ ഗൈസ് നമ്മൾ എന്ത് ചെയ്തു, സ്പോർട്ടാക്കി. ഗൈസ് 120 അല്ല 170 ഹിറ്റ് ചെയ്തു ഞാൻ. അതും ചെറിയൊരു പുഷാണ് ഗൈസ്. ഇതൊരിക്കലും ഫ്ലാറ്റ് ഫുട്ടൊന്നും അല്ല. ഞാനൊരു പകുതി പോലും പോയിട്ടില്ല. അപ്പം സ്പോർട്ടിലിട്ടിട്ട് പകുതി പോലും പോയിട്ടില്ല. അപ്പോഴാണ് 160 നേരെ 170 പോയത്. ഓൾമോസ്റ്റ് ഡബിൾ ആണ് വണ്ടി എത്രയും ഫ്രാക്ഷൻസ് കൊണ്ട് ചാടിയത്. അപ്പം ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും എവിടെ കയറി പോകുന്ന വണ്ടി. പിന്നെ കൈസ് നമുക്ക് ടച്ചിൻ്റെ റെസ്പോൺസ് നോക്കാം. ഇതാണ് ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ. അത് ഒരു ഡിസ്പ്ലേ ആണ്, പക്ഷേ രണ്ടായിട്ട് ഇങ്ങനെ, ഒന്ന് ഡ്രൈവർ ഫോക്കസും ഒന്ന് ഡ്രൈവർ ഫോക്കസ് തന്നെയാണെങ്കിലും മറ്റുള്ളവർക്കും. അത്യാവശ്യം എന്താ പറയുക, റെസ്പോൺസീവ് ആണ്. കണ്ടോ, ഞാൻ ലൈൻ മാറിയപ്പോൾ ഇത് വാർണിംഗ് തരുന്നുണ്ട്, അത് പോരുത് വണ്ടി ഉണ്ടെന്നൊക്കെ. അതൊക്കെ അത്യാവശ്യം നമ്മുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ സ്കൂട്ടറൊക്കെ ഉള്ളതുകൊണ്ടേ അതൊക്കെ ഭയങ്കര അത്യാവശ്യമാണ്. അറിയാൻ പറ്റത്തില്ല എവിടെ നിന്ന് ആരാ വരുന്നതെന്ന്. അപ്പോൾ ഗൈസ് വണ്ടി നിർത്തുന്നത് സിമ്പിളാണ്, കാണുമ്പം കൺഫ്യൂഷൻ തോന്നും, പക്ഷേ ഒന്നുമില്ല. ഇപ്പോൾ ഡ്രൈവ് മോഡിലാണ് ഉള്ളത്. കൊണ്ട് നിർത്തി ഗൈസ് നമ്മളിങ്ങനെ ഒന്ന് പുഷ് ചെയ്യുമ്പോൾ ന്യൂട്രലായി, വിച്ച് മീൻസ് വണ്ടി ഇതേ സ്റ്റോപ്പായി. ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. പിന്നെ ഫോർ സേഫ്റ്റി നമ്മൾ ഈ ബ്രേക്ക് അത് മോഡോടാണ് ഗൈസ്. ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ അതും എൻഗേജ്ഡായി, വണ്ടി സ്റ്റേബിളായി. നമുക്കിനി എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിൻ്റെ ഓഡിയോ സിസ്റ്റം ചെക്ക് ചെയ്യാം. അപ്പം ഇത് ബാക്ക് കൺട്രോൾസ് ആണ്. ഫ്രണ്ട് റിയർ AC വെൻസ്, ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂട്ടാനും കുറയ്ക്കാനും. ഇത് മറ്റേ നമ്മുടെ സർക്കുലേഷൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. ഗൈസ് ഇവിടെ നമ്മുടെ വയർലെസ് ചാർജിങ് ഉണ്ട്, അത് കാണിക്കാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ. ഇത് കണ്ടോ, തെരുകോ, അത് പൊളി ഫീച്ചറാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്, ഞാൻ പറയാൻ പറ്റും. ഇതേ കണ്ടോ, അത് പൊളി. നമ്മുടെ ഈ ലാൻഡ് റോഡിലൊക്കെ ഉള്ള കുറച്ച് സാധനം, ഡിഫൻഡറിലുള്ള സാധനം കണ്ടോ, ഇവിടെ ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്. അവിടെയാണ് USB Type-C ഒക്കെ ചാർജിങ് ഒക്കെ വരുന്നത്, ആ ഒരു ചാർജിങ് ഹോള്, പോർട്ട്. ഇവിടെ വയർലെസ്സും ഉണ്ട്, മറ്റൊന്നുണ്ട്, വിച്ച് മീൻസ് സൈമൾട്ടേനിയസ്ലി 2 ഡിവൈസൊക്കെ ചാർജ് ചെയ്യാം, 2 ഫുൾ ചാർജ് ചെയ്യാം. ഗൈസ് ഇതാണ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ. ഇതിൽ ആപ്പിൾ കാർപ്ലേ ഇപ്പം എൻ്റെ ഫോൺ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് റെസ്പോൺസീവ് ആണ്. നമുക്കിപ്പം കുറച്ച് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ സംഭവം നോക്കാം. അപ്പോൾ ഗൈസ് വോളിയം ഇവിടുത്തെ സ്റ്റിയറിംഗിൽ നമ്മുടെ മൗണ്ടറാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്യാൻ ആക്കിയാൽ വോളിയം കൂടും. അപ്പോൾ ഗൈസ് അതായിരുന്നു ആ മ്യൂസിക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ആ സ്റ്റീരിയോ സിസ്റ്റം. നല്ല സിസ്റ്റമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഗൈസ്, ഈ വണ്ടി ഇപ്പോൾ ഞാനിപ്പം അത്യാവശ്യം അവിടെ ഒരു ചെറിയ സീനായി. എന്ന് വെച്ചാൽ ഒരു ലോറി ഇങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്ത് പറ്റി, ഒരു ഓൾട്ടോ കൊണ്ട് അയാൾ വെട്ടിച്ച് മാറ്റിയപ്പോൾ ഇങ്ങോട്ട് ഫ്രണ്ടിൽ ചാടി. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് നിർത്താൻ പറ്റി. അതായത് ഞാനൊരു 60 km/h വന്നത്, എന്നിട്ട് വണ്ടി ചവിട്ടിയപ്പോൾ നിന്നു. ഒരുപാട് ഷേക്കും ബഹളമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ അതാണ് എടുത്ത് പറയേണ്ടത്. എന്താ പറയുക, സസ്പെൻഷനൊക്കെ നല്ല സോഫ്റ്റാണ്, വിച്ച് മീൻസ് സോഫ്റ്റ് ആസ് ഇൻ നമുക്ക് ഡ്രൈവിങ് ചെയ്യുമ്പോൾ ആ ഒരു
ലാഗൊന്നും എഴച്ചിൽ ഫീൽ ചെയ്യുന്നില്ല, എന്നാലും ചവിട്ടുമ്പോൾ നിൽക്കുന്നുമുണ്ട്. ആ ഒരു ഭയങ്കര ഒരു ഇടിയോ തട്ടൊന്നുമില്ല, സോഫ്റ്റായിട്ട് വണ്ടി നിന്നു തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു റീബൗണ്ട് ഇൻബൗണ്ടൊക്കെ പക്കയാണ്. അപ്പം അതെനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലും അങ്ങനത്തെ സിനാരിയോസാണ്, മനസ്സിലായില്ലേ? പെട്ടെന്ന് വെട്ടിക്കേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇതുപോലത്തെ കുറേ മലവാണങ്ങളുണ്ട്. KL01 CN 7063 MVD കാണുന്നു പൊക്കണേ ഇവനെയൊക്കെ. ഇതൊക്കെയാണ് വിഷയം കണ്ടത്. ഞാൻ മര്യാദയ്ക്ക് എൻ്റെ ലൈനിൽ നിന്നിട്ട് പോവുകയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ കുത്തി കയറ്റി ഇത് വെള്ളം കൊണ്ട് ഫാസ്റ്റ് ലൈനിൽ ഇവനെയൊക്കെ എന്ത് ചെയ്യണം? സർക്കാരിന് തിരുവനന്തപുരം നരകസഭ ആക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെയൊക്കെ നോക്കിയേ, ഫാസ്റ്റ് ലൈനിൽ പോകുന്നുണ്ട് അവൻ 40, അത് അനങ്ങുന്നില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള വിഷയങ്ങളാണ് ഇവിടെ മെയിനില്ല. അപ്പോൾ അതാണ് വേറെ കാര്യം. അപ്പോൾ അതിനൊക്കെ പറ്റിയ വണ്ടിയാണ് ഈ വണ്ടി. കാരണം ഇങ്ങനെ കൊണ്ട് കയറ്റിയാൽ നിൽക്കാനും പറ്റും, നമുക്കൊന്നും അറിയാൻ വേണ്ട, അഡാസ് നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ. പിന്നെ ലൈൻ ചേഞ്ച് അസിസ്റ്റ് തേങ്ങ മാങ്ങ എല്ലാം ഉള്ളതുകൊണ്ട് ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൈസ്, എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ റോഡിന് പറ്റിയ EV ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബിക്കോസ് പ്രാക്ടിക്കാലിറ്റി കൊണ്ടും സ്പേസ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും കംഫർട്ട് കൊണ്ടും ഓവറോൾ ഐ ആം ഭയങ്കര ഹാപ്പി. ബിക്കോസ് അത്യാവശ്യം എല്ലാം ഉണ്ട് ഈ വണ്ടിക്ക്, വേണ്ട എല്ലാം. പിന്നെ ഗൈസ്, ഞാൻ ചെറിയൊരു കാർ എൻതൂസിയാസ്റ്റാണ്. അപ്പം എനിക്ക് ഈ ഡ്രൈവിംഗ് ഫീഡ്ബാക്ക് ഭയങ്കര വിഷയമാണ്. ബിക്കോസ് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എൻ്റെ പഴയ വണ്ടിയും കാര്യം ആർക്കും അറിയില്ല, പക്ഷെ പറയേണ്ട ആവശ്യമില്ല. അപ്പം എന്തായാലും അതെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ആ വണ്ടി മെയ്ഡ് ഫോർ ഫീഡ്ബാക്കാണ്. അപ്പം അത് ഓടിച്ച് എനിക്ക് ഐ എം ഹാപ്പി. ആ ഒരു റെസ്പോൺസ്, സ്റ്റിയറിംഗ് റെസ്പോൺസ് ഭയങ്കര വിഷയമാണ് ഗൈസ്. നമ്മളിപ്പം കാർ ഗൈസിന് വേറൊന്നും വേണ്ട, ഇച്ചിരി പെർഫോമൻസും സ്റ്റിയറിംഗ് റെസ്പോൺസും ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് വേറെ ഫീച്ചേഴ്സൊന്നും വേണ്ട. പക്ഷേ ഈ വണ്ടി ഗൈസ് പറയാതിരിക്കാൻ വയ്യ. ഓണസ്റ്റ്ലി ഞാനങ്ങനെ EVs ഓടിച്ചിട്ടില്ല, പക്ഷേ എന്നാലും വൺ ഓഫ് ദി ബെസ്റ്റ് EVs ഇൻ ദി സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ നാട്ടിലുള്ള വണ്ടികളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് EVs എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് റെസ്പോൺസ് വൈസ്. പിന്നെ ഇതാ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പം സ്പോട്ടാക്കി ഗൈസ് കൊണ്ടുപോകാൻ തന്നെ, മനസ്സിലായില്ല? നമ്മൾ ആ ഒരു വീഡിയോസ് കാണുമല്ലോ ഈ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ, മറ്റേ ടെസ്ലയും തേങ്ങ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അവിടെ എവിടെ എത്തുന്നുണ്ട് സാധനം, ആ ഒരു പുള്ള് കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പം ഇതാണ് ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ. അപ്പം ബേസിക്കലി നമ്മളിപ്പോൾ സംസാരിച്ചു വെച്ചാൽ ഡ്രൈവും പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു. നമ്മളവിടെ എത്തിയിട്ട്, നമുക്ക് ഷോറൂമിൽ എത്തിയിട്ട് നമ്മുടെ അഹമ്മദ് ബ്രോ ഉണ്ട്, പുള്ളിയാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും റിവ്യൂ ചെയ്യാനല്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ എന്താ പറയുക ബാറ്ററി റേഞ്ച് പ്രൈസിങ് എല്ലാം പറയുന്നതായിരിക്കും. ബിക്കോസ് അവർക്കറിയാമല്ലോ നമ്മളെക്കാളും. അപ്പം അതുകൂടെ കണ്ടിട്ട് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം എന്താണ് എന്നൊക്കെ. അപ്പം അതാണ് ആ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിത് തിരിച്ചെത്തി ഷോറൂമിൽ. അപ്പോൾ ഇതാണ് എൻ്റെ കീ ഫോബ് ഗൈസ്. ഇതാണ് കാറിൻ്റെ കീ ഫോബ്. ബേസിക്കലി ലോക്ക് അൺലോക്ക് ഉണ്ട്, പിന്നെ എമർജൻസിക്ക് റിമൂവൽ ആ സിസ്റ്റം, പിന്നെ ഇറ്റ്സ് എ വെരി ബേസിക് കീ ഫോബ്, പക്ഷെ കാണാൻ കൊള്ളാം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി സ്പെക്സ് കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ റേഞ്ച് അതൊക്കെ നമ്മുടെ അഹമ്മദ് ബ്രോ ഉണ്ട്, ചോദിച്ചിട്ട് പുള്ളിയെടുത്ത് സംസാരിക്കാം. നമുക്ക് അഹമ്മദ് ബ്രോ, ഇതാണ് അഹമ്മദ് ബ്രോ. നമുക്ക് എന്ത് ചെയ്യാം? ഹായ്, ഹലോ. നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം പുള്ളിയെടുത്ത് സ്പെക്സും കാര്യങ്ങളൊക്കെ. പുള്ളിയാണല്ലോ ഇതിൻ്റെ ആൾ, വ്യക്തമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ബ്രോ ഇതിൻ്റെ ബാറ്ററി പാക്കേജ് ഏതൊക്കെയാണ് ബ്രോ വരുന്നത്? നമുക്ക് മെയിനായിട്ട് 2 ബാറ്ററി പാക്കേജാണ് വരുന്നത്. 49 kW പിന്നെ 61 kW ആണ് വരുന്നത്. 49 kW ഒരു 440 km വരെ റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ 61 വരുമ്പോൾ ഒരു 543 km റേഞ്ച് കിട്ടുന്നുണ്ട്. അത് നൈസാണ് ഗൈസ്. അപ്പം 2 ടൈപ്പ് ബാറ്ററി വരുന്നുണ്ട്, 61ഉം 49ഉം അല്ലേ? അതെ, 49ഉം 61ഉം. അപ്പോൾ 49 റേഞ്ച് വരുന്നത് 440 കിലോമീറ്റേഴ്സും, 61 വരുമ്പോൾ 543 km. 540. ഇപ്പോൾ 2 ബാറ്ററി പാക്ക് ഉണ്ട് ഗൈസ്. പിന്നെ ബ്രോ നമ്മുടെ ഇതിൻ്റെ ഏതൊക്കെ വേരിയൻ്റ് ഉണ്ട് വണ്ടിക്ക്? വേരിയൻസ് ഏതൊക്കെ വരുന്നത്? 3 വേരിയൻസ് ആണ് വരുന്നത്, ഡെൽറ്റ, സീറ്റ, ആൽഫ. ഡെൽറ്റയിലാണ് ഈ 49 kW ബാറ്ററി വരുന്നത്. ബാക്കി 2 വേരിയൻസിലും 61 ആണ് വരുന്നത്. അപ്പോൾ ഡെൽറ്റയിൽ ബേസിൽ 49 kW ബാറ്ററിയും, മറ്റതിൽ സീറ്റ ആൽഫയിൽ വരുമ്പോൾ 61 ആണ് വരുന്നത്. അപ്പോൾ ബ്രോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്തൊക്കെയാണ് ബ്രോ സ്റ്റാർട്ടിങ് വരുന്നത്? പ്രൈസ് റേഞ്ച് വരുമ്പോൾ നമുക്കൊരു 18,27,000 ആ റേഞ്ച് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സോ അല്ല, ഓൺ റോഡ് പ്രൈസ്. ഓൺ റോഡ്? അതെ, 18,27,000. അതെ. പിന്നെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഒരു 20 lakh 50 ആ റേഞ്ചിൽ 20 ലക്ഷം. അതെ, 22 lakh. അതെ, 22 വരുന്നത്. അപ്പം അഹമ്മദ് ബ്രോ എന്താണ് ബ്രോൻ്റെ ഒരു ഒപ്പീനിയൻ വണ്ടിയെ കുറിച്ച് ഓഡിയൻസിനോട് പറയാനുള്ളത്? അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. നമ്മളെ ആദ്യത്തെ EV വെഹിക്കിളാണ്. അതെ. പ്യുവർ EV പ്ലാറ്റ്ഫോമിലാണ് കാർ ഇറങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം ആൾക്കാർ വന്ന് ഡ്രൈവ് എടുക്കുന്നതും ബുക്കിങ്ങും ഉണ്ട്, വെയിറ്റിംഗ് ആണ്. നല്ല റെസ്പോൺസ് ആണ്. അതെ. ബുക്കിംഗ്സ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ? ബുക്കിംഗ്സ് ഓപ്പൺ ആണ്. എനിക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ട് ഡെലിവറി
കൊടുക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഗൈസ് ഷോറൂം നമ്മുടെ ടെക്നോ വാലി നെക്സ ഷോറൂമാണ് നമ്മുടെ ബ്ലെൻഡിൻ്റെ അടുത്തുള്ള. അപ്പം ഇവിടെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ആദ്യമായി ലോഞ്ച് ചെയ്തത്. ലോഞ്ച് 4 ദിവസം മുന്നേ ആയിരുന്നു ഞാൻ വന്നിരുന്നു ഗൈസ്. ആദ്യത്തെ വീഡിയോ അതാണ്. അപ്പം ബുക്കിംഗ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വരാം. അഹമ്മദ് ബ്രോ ഉണ്ട്. ഞാൻ അവരുടെ കോൺടാക്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയുടെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഞാനേ പറയണ്ടേ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അഹമ്മദ് ബ്രോ ഇപ്പം എന്തെങ്കിലും സീസണൽ ഓഫറോ സംഭവമല്ലോ ഉണ്ടോ എടുക്കുന്നവർക്ക്? ഈ വിറ്റാര ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാർച്ച് 31 വരെ ചാർജർ ഫ്രീ ആണ്. ഒരു 50,000 വർത്ത് വരുന്ന ചാർജർ ഫ്രീ ആണ്. പിന്നെ 1000 യൂണിറ്റ്സ് നമുക്ക് പുറമേ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അതെ 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 അതെ. അപ്പോൾ ഒരു ഫ്രീ ചാർജറും കിട്ടും, 1000 യൂണിറ്റ്സ് ഫ്രീ ആയിട്ട്. 1000 യൂണിറ്റും അത്രയും എമൗണ്ട് ഓഫ് കറണ്ട് അല്ലേ, ഇലക്ട്രിസിറ്റി അല്ലേ? അപ്പോൾ എന്നൂരുണ്ടാവും ഈ ഓഫർ കാലാവധി? നമുക്ക് മാർച്ച് 31 വരെ, ഈ മാസം ലാസ്റ്റ് വരെ. അപ്പോൾ ഈ മാസം ലാസ്റ്റ് വരെ, ലാസ്റ്റിന് മുന്നേ വരുന്നവർക്ക് ഈ ഒരു സംഭവം ഉണ്ട്. അതായത് ഒരു ഫ്രീ ചാർജർ കിട്ടും. അതിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു ചാർജറിൻ്റെ ബ്രോ? 50,000 രൂപ ഗൈസ്. 50,000 ചാർജറാണ്. അപ്പോൾ അത് ഫ്രീ കിട്ടും. പിന്നെ 31 മുന്നേ വരുന്നവർക്ക് 1000 യൂണിറ്റ് ചാർജിങ് വരെ എവിടെ നിന്നും ഫ്രീ ആണ്. ഓൾ ഓവർ ഇന്ത്യ അല്ലേ ബ്രോ? ഓൾ ഓവർ ഇന്ത്യ. ഓൾ ഓവർ ഇന്ത്യ. അപ്പം ഗൈസ് ഈ ഓഫർ ഈ ചാനലിൽ കണ്ട് വന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം വരണ എല്ലാവരും വന്ന് കണ്ട് വണ്ടി എടുത്തിട്ട് പോകണം. അപ്പോൾ ഗൈസ് എൻ്റെ ബെസ്റ്റ് നമ്മുടെ മോനുണ്ട്. മോൻ്റെ ചോദിക്കുക എന്താണ് മോൻ്റെ അഭിപ്രായം. മോൻ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മോനെ പറയാനുള്ളത്? ഇപ്പോൾ ഗൈസ് ഞാൻ ഇൻഫ്ലുവൻസർ ആണെന്നെങ്കിലും പറയാം. അപ്പം ഒരു എന്താ പറയുക, ഒരു പുറത്തുനിന്നൊരാൾ, അതായത് ഒരു തേർഡ് പേഴ്സൺ എന്താണ് വ്യൂ ചോദിക്കാം. ശരി, ഞാൻ സംസാരിക്കുന്നത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് സംസാരിക്കും സാറിന് തന്നെ. ശരി, ഈ കാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര പവർഫുള്ളായിട്ട് എഞ്ചിനുകളാണ്. പവർ കൂടിയ വണ്ടിക്ക് പവർ കൂടും, പവർ കുറഞ്ഞ വണ്ടി പവർ കൂടില്ല. പിന്നെ ഇത് ഓടിക്കുന്ന ആളനുസരിച്ചിരിക്കും. ഇതിനെ മറ്റുള്ള വണ്ടി തൊട്ടൊന്നുമല്ല, കാല് കൊടുത്താൽ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നൊരു പരിപാടിയാണ് ഈ വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയിരുന്നു. വണ്ടി പോകുന്ന പോക്കിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതാണ് അതിൻ്റെ മറ്റേ ബൂട്ടിൽ പോയിരുന്നു. പിന്നെ ആ പുള്ളിയാണ് എന്നെ വലിച്ച് മേലോട്ടിട്ടത്. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിരം ടോർക്ക്. അപ്പോൾ ഗൈസ് താങ്ക് യു ബ്രോ. താങ്ക് യു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവ് റിവ്യൂ. അപ്പം നമ്മൾ ഇനിയും വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം പൊളിക്ക്